പ്രേക്ഷകർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ അസ്ത സഹീർ. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നതിനിടെ പാക് സൈനിക മേധാവി ഇറാനിൽ ഫീൽഡ് മാർഷൽ അസീം മുനീറാണ് ടെഹ്റാനിലെത്തിയത്. അമേരിക്കയുടെ വെടിനിർത്തൽ നിബന്ധനകൾ ഇറാന് കൈമാറാനും പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ ഊർജിതമാക്കാനുമാണ് അസീം മുനീർ ഇറാനിലെത്തിയതെന്നാണ് സൂചന. രണ്ടാം ഘട്ട ചർച്ചകൾ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുമെന്നും സൂചനയുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായാണ് പാക് സൈനിക മേധാവി ടെഹ്റാനിലെത്തിയത്. ടെഹ്റാൻ വിമാനത്താവളത്തിലെത്തിയ അസീം മുനീറിനെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി നേരിട്ടെത്തി സ്വീകരിച്ചു. പാക് ആഭ്യന്തരമന്ത്രി മുഹസിൻ നഖ്വിയും നയതന്ത്ര സംഘവും അസീം മുനീറിനൊപ്പം ടെഹ്റാനിലെത്തിയിട്ടുണ്ട്. സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായി അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാനാണ് പാക് സംഘം എത്തിയിരിക്കുന്നതെന്നാണ് സൂചന. നേരത്തെ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് 4 ദിവസത്തെ വിദേശ പര്യടനത്തിനായി പുറപ്പെട്ടിരുന്നു. സൗദി അറേബ്യ, തുർക്കി, ഖത്തർ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് ഷെഹബാസ് ഷെരീഫ് പുറപ്പെട്ടത്. അതേസമയം ചർച്ചകൾ മറ്റേതെങ്കിലും രാജ്യത്ത് നടക്കുമോ എന്ന കാര്യത്തിലും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അസീം മുനീറിന്റെ സന്ദർശനത്തിനിടെ ഇറാനും തങ്ങളുടെ നിർദ്ദേശം മുന്നോട്ട് വച്ചേക്കും. മരവിപ്പിച്ച ഇറാന്റെ സ്വത്തുക്കൾ കൈമാറൽ, ലെബനോണിലെ വെടിനിർത്തൽ എന്നീ നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുക. അതിനിടെ അമേരിക്കയ്ക്കെതിരെ ഭീഷണിയുമായി IRGC രംഗത്തെത്തി. ഹോർമുസിലെ അമേരിക്കൻ ഉപരോധം തുടർന്നാൽ ചെങ്കടൽ, പേർഷ്യൻ ഗൾഫ്, ഒമാൻ കടലിടുക്ക് എന്നിവിടങ്ങളിലെ കപ്പൽ ഗതാഗതം തടയുമെന്നാണ് ഭീഷണി. ഇറാനെതിരായ ഹോർമുസ് ഉപരോധം വെടിനിർത്തൽ കരാറിന്റെ ലംഘനമായി കണക്കാക്കുമെന്നും IRGC അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് അടച്ച സ്കൂളുകളും കോളേജും തുറക്കാൻ UAE ഈ മാസം 20 മുതൽ ക്ലാസുകൾ പുനരാരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം. ഹൈബ്രിഡ് രീതി സ്വീകരിക്കുന്നതിൽ സ്വകാര്യ വിദ്യാലയങ്ങളിലെ മാനേജ്മെന്റുകൾക്ക് തീരുമാനമെടുക്കാം. മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്നും വിവരങ്ങൾ ചേരുകയാണ്. റഹീസ്, പതിയെ പൂർവ്വസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നതിന്റെ സൂചനയാണല്ലേ? തീർച്ചയായിട്ടും വലിയ ആശ്വാസം ഉണ്ടാക്കുന്ന, ഒപ്പം തന്നെ സന്തോഷം തരുന്ന വിവരങ്ങളാണ് ഇപ്പോൾ എന്തായാലും UAE നിന്നും ദിനം പ്രതി പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ഫെബ്രുവരി 28-ന് സംഘർഷങ്ങൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ സ്കൂളുകൾക്കൊക്കെയും പൂട്ടുവീണിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ എന്തായാലും 20-ാം തീയതി മുതൽ സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം പ്രത്യേകമായി യോഗം ചേർന്നിരുന്നു. അതിൽ വിവിധ സ്കൂൾ മാനേജ്മെന്റുമാരും അടക്കമായി ചർച്ച നടത്തിയപ്പോൾ ആ ചർച്ചയ്ക്കൊടുവിലാണ് ഇപ്പോൾ 20-ാം തീയതി മുതൽ സ്കൂൾ തുറന്നു പ്രവർത്തിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ഓഫ്ലൈൻ പഠനം പൂർണ്ണമായി മാറ്റി ഈ ഓൺലൈൻ പഠനം പൂർണ്ണമായി മാറ്റി സ്കൂളുകളിലേക്ക് വീണ്ടും ക്ലാസുകൾ തുറക്കാം എന്നുള്ള തീരുമാനത്തിലെത്തിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഈ നഴ്സറി മുതൽ യൂണിവേഴ്സിറ്റി വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ ഈ സ്കൂളുകൾക്കും യൂണിവേഴ്സിറ്റികൾക്കും ഒക്കെ ഇത്തരത്തിൽ ഇനി ക്ലാസുകൾ തുറന്നു പ്രവർത്തിച്ച് അവിടെ പഠിക്കാം എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ ഹൈബ്രിഡ് രീതി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ചില സ്കൂളുകളുണ്ട്. അവർക്ക് അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ഓഫ്ലൈനായും ഓൺലൈനായും പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ അതിന് മുൻകൂട്ടി അനുമതി തേടണം. അതിനുശേഷം കൃത്യമായ അനുമതി ലഭിച്ചാൽ മാത്രം ആ തരത്തിൽ മുന്നോട്ട് പോകാം എന്നുള്ളൊരു തീരുമാനം കൂടി വന്നിരിക്കുന്നു. എന്തായാലും 50 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ UAE സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കാൻ പോകുന്നത്. 28-ാം തീയതി ഫെബ്രുവരി 28-ന് സ്കൂളുകൾ അടയ്ക്കുന്നു. അതിനുശേഷം പിന്നീട് സ്പ്രിംഗ് അവധികൾ നേരത്തെയാക്കുന്നു. ഒപ്പം തന്നെ ഓൺലൈനായി പഠനം നടത്തുന്നു. ഇന്ത്യൻ സ്കൂളുകൾ അടക്കം കഴിഞ്ഞ ആഴ്ച പുതിയ അധ്യയന വർഷം ആരംഭിച്ചിരുന്നു. അതിനൊക്കെ ശേഷം എന്തായാലും ക്ലാസ് മുറികളിലേക്ക് പഠനം വീണ്ടും പോവുകയാണ്. ആദ്യഘട്ടത്തിൽ എന്തായാലും വിദ്യാർത്ഥികളുടെ ഈ മാനസിക ആരോഗ്യം വീണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ കുറെ നാളുകളായി വീടുകളിൽ തന്നെ ഇരിക്കുന്ന കുട്ടികളാണ്. അവരുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ക്ലാസുകൾ നടക്കും. അതിന് പ്രത്യേക പരിശീലനം അധ്യാപകർക്കടക്കം ഇതിനോടകം നൽകിയിട്ടുണ്ട്. എന്തായാലും തിങ്കളാഴ്ച മുതൽ സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കും എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ്. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ഹജ്ജ് സീസണിൽ അനുമതിയില്ലാതെ മക്കയിൽ പ്രവേശിക്കുന്നവർക്കെതിരെ നടപടി കടുപ്പിച്ച സൗദി അറേബ്യ. ഹജ്ജ് പെർമിറ്റില്ലാതെ മക്കയിൽ പ്രവേശിക്കുന്നവർക്കും അവർക്ക് സഹായം നൽകുന്നവർക്കും 1 ലക്ഷം റിയാൽ വരെ പിഴയും നാടുകടത്തലും ഉൾപ്പെടെയുള്ള ശിക്ഷകളാണ് ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മെയ് അവസാന വാരം നടക്കുന്ന ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പുണ്യഭൂമിയിൽ പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പ്രത്യേക പെർമിറ്റ് ഇല്ലാത്തവർ മക്കയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. അനുമതിയില്ലാതെ മക്കയിൽ പ്രവേശിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. അനുമതിയില്ലാതെ ഹജ്ജ് ചെയ്യാനോ മക്കയിൽ പ്രവേശിക്കാനോ ശ്രമിച്ചാൽ 20,000 റിയാൽ വരെ പിഴ ചുമത്തും. സന്ദർശക വിസയിലുള്ളവർക്ക് ഏപ്രിൽ 18 മുതൽ മെയ് 31 വരെ മക്കയിലും പരിസരങ്ങളിലും പ്രവേശിക്കുന്നതിനും താമസിക്കുന്നതിനും കർശന വിലക്കുണ്ട്. നിയമലംഘകർക്ക് സഹായം നൽകുന്നവർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കും. നിയമലംഘകർക്ക് വിസ നൽകുന്നവർ, അവർക്ക് താമസ സൗകര്യം ഒരുക്കുന്നവർ, യാത്രാ സൗകര്യം നൽകുന്നവർ എന്നിവർക്ക് 1 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തും. താമസ സൗകര്യം നൽകുന്ന ഹോട്ടലുകൾക്കും കെട്ടിടമുടമകൾക്കും നടപടി നേരിടേണ്ടി വരും.
നിയമലംഘകരുടെ എണ്ണത്തിനനുസരിച്ച് പിഴ കൂടും. യാത്രാ സൗകര്യം നൽകുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടും. നിയമം ലംഘിക്കുന്ന പ്രവാസികളെ സൗദിയിൽ നിന്ന് നാടുകടത്തുകയും അടുത്ത 10 വർഷത്തേക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്യും. ശിക്ഷാ നടപടികൾ നേരിടുന്നവർക്ക് 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാൻ അവസരമുണ്ടാകും. വിശ്വാസികൾ ഔദ്യോഗിക ഹജ്ജ് പെർമിറ്റുകൾ ഉറപ്പാക്കണമെന്നും നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു. ജലീൽ കണമകലം, 24 ജിദ്ദ. ദുബായിൽ ഇലക്ട്രിക് സ്കൂട്ടർ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നു. അപകടങ്ങൾ തടയുന്നത് ലക്ഷ്യമിട്ടാണ് നീക്കം. കുട്ടികൾ ഈ സ്കൂട്ടർ ദുരുപയോഗം ചെയ്താൽ മാതാപിതാക്കൾ നടപടി നേരിടേണ്ടി വരുമെന്നും കരട് നിയമത്തിലുണ്ട്. ഈ സ്കൂട്ടർ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പുതിയ നിയമനിർമ്മാണത്തിന് ദുബായ് പോലീസ് ലക്ഷ്യമിടുന്നത്. ഈ സ്കൂട്ടറുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കർശനമാക്കും. ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് ഇനി മുതൽ രജിസ്ട്രേഷൻ നിർബന്ധമാക്കാനാണ് നീക്കം. സ്വദേശികളാണെങ്കിലും വിദേശികളാണെങ്കിലും ഈ സ്കൂട്ടറുകൾ ഉപയോഗിക്കണമെങ്കിൽ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. നമ്പർ പ്ലേറ്റുകൾ സ്കൂട്ടറിൽ പതിക്കും. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഈ സ്കൂട്ടർ ഉപയോഗിച്ച് നിയമലംഘനം നടത്തിയാൽ മാതാപിതാക്കൾ നിയമ നടപടി നേരിടേണ്ടി വരും. നിയമലംഘനത്തിന്റെ ഗൗരവം പരിഗണിച്ച് പിഴ വർദ്ധിപ്പിക്കുന്നതടക്കം പരിഗണനയിലുണ്ട്. ഈ സ്കൂട്ടർ ഉണ്ടാക്കുന്ന അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. വാഹനത്തിൽ മോഡിഫിക്കേഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ടും പുതിയ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. സുരക്ഷിതമായ പരിധിക്കപ്പുറം ചില സ്കൂട്ടറുകൾ മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് അധികൃതർ കണ്ടെത്തി. ബോധവൽക്കരണ ക്യാമ്പയിനുകളടക്കം നടത്താനും തീരുമാനമായിട്ടുണ്ട്. 24 ദുബായ്. സൗദി അറേബ്യയുടെ സ്വപ്ന പദ്ധതിയായ നിയോമിലെ ഒരു പദ്ധതിയും റദ്ദാക്കിയിട്ടില്ലെന്ന് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഗവർണർ യാസിർ അൽ റുമയ്യാൻ അറിയിച്ചു. 2026 മുതൽ 2030 വരെയുള്ള കാലയളവിലെ പുതിയ നിക്ഷേപ പ്ലാനുകളും പ്രഖ്യാപിച്ചു. സാമ്പത്തിക ലാഭം ഉറപ്പാക്കാൻ പദ്ധതികൾ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാനാണ് പുതിയ തീരുമാനം. സൗദി അറേബ്യയുടെ ഭാവി വികസനത്തിന് പുത്തൻ ദിശാബോധം നൽകുന്നതാണ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് പ്രഖ്യാപിച്ച 2026-2030 തന്ത്രങ്ങൾ. ആഗോളതലത്തിൽ വലിയ ചർച്ചയായ നിയോം പദ്ധതിയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് യാസിർ അൽ റുമയാൻ വിരാമമിട്ടു. നിയോമിലെ ഒരു പദ്ധതിയും റദ്ദാക്കിയിട്ടില്ലെന്നും എന്നാൽ സാമ്പത്തിക ലാഭവും കാര്യക്ഷമതയും മുൻനിർത്തി പദ്ധതികളിൽ പുനഃക്രമീകരണം നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. അടുത്ത 5 വർഷത്തിനുള്ളിൽ നിയോമിനെ ഒരു സ്വതന്ത്ര സാമ്പത്തിക മേഖലയാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിൽ വ്യവസായ നഗരമായ ഓക്സഗണിനായിരിക്കും പ്രഥമ പരിഗണന. രാജ്യത്തിന്റെ ടൂറിസം മേഖലയിലും വൻ കുതിച്ചുചാട്ടമാണ് ലക്ഷ്യമിടുന്നത്. റിയാദിലെ കിങ് സൽമാൻ വിമാനത്താവളം വഴി 9.5 കോടിയിലധികം യാത്രക്കാരെ എത്തിക്കാനാണ് നീക്കം. കായിക മേഖലയിലും രാജ്യം വൻ നിക്ഷേപം തുടരുകയാണ്. 2030 എക്സ്പോയ്ക്കും 2034 ഫിഫ ലോകകപ്പിനുമായി ആധുനിക സൗകര്യങ്ങളുള്ള സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിലും PIF വൻ വിജയം കൈവരിച്ചു. 57 ബില്യൺ റിയാലാണ് കഴിഞ്ഞ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ വിദേശ നിക്ഷേപമായി രാജ്യത്തേക്ക് എത്തിയത്. എണ്ണേതര വരുമാനത്തിൽ വലിയ വർധനവുണ്ടാക്കാനും പൌരന്മാരുടെ ഭവന ഉടമസ്ഥാവകാശം 70% ഉയർത്താനും പുതിയ കർമ്മ പദ്ധതി ലക്ഷ്യമിടുന്നു. സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ പങ്കാളിത്തം നൽകിക്കൊണ്ടുള്ള സുസ്ഥിര വികസനത്തിനാണ് സൗദി ഇനി മുൻഗണന നൽകുന്നത്. 24 ജിദ്ദ. ലോകമെമ്പാടുമുള്ള മലയാളികളെ കോർത്തിണക്കുന്ന വേൾഡ് മലയാളി ഫെഡറേഷൻ അമേരിക്കൻ റീജിയനിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തുറ്റതാക്കുന്നു. 168 രാജ്യങ്ങളിൽ ശക്തമായ സാന്നിധ്യമുള്ള ഈ ആഗോള സംഘടനയുടെ അമേരിക്കൻ റീജിയണൽ പ്രസിഡന്റായി ശ്രീകാന്ത് ഉണ്ണികൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു. 168 രാജ്യങ്ങളിൽ പ്രവർത്തന സാന്നിധ്യമുള്ള വേൾഡ് മലയാളി ഫെഡറേഷന്റെ അമേരിക്കൻ റീജിയൻ പ്രസിഡന്റായി ശ്രീകാന്ത് ഉണ്ണികൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു. രതീഷ് മേഞ്ചേരി കോർഡിനേറ്റർ, പണ്ടക്കര രഘുപതി സെക്രട്ടറി, ഷൈനി ജേക്കബ് USA നാഷണൽ പ്രസിഡന്റ് എന്നിവരടങ്ങുന്ന ഒരു വിപുലമായ കമ്മിറ്റിയും ഇതോടൊപ്പം ചുമതലയേറ്റു. അമേരിക്കയിൽ നിന്നുള്ള ഡോക്ടർ ആനി ലിബു WMFന്റെ ഫസ്റ്റ് ലേഡി ഗ്ലോബൽ പ്രസിഡന്റായി ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. അമേരിക്കയിൽ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ പുതിയ ടീം സംഘടനയുടെ സാമൂഹിക സാംസ്കാരിക സേവന പ്രവർത്തനങ്ങൾക്ക് പുതുജീവൻ നൽകുമെന്ന് സ്ഥാപക ചെയർമാൻ ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നേൽ അറിയിച്ചു. ദിസ് ഇസ് മിഥു മാമച്ചൻ സൈനിങ് ഓഫ് ഫ്രം മെക്സിക്കോ. 24 USA. ബഹ്റൈനിൽ നിന്ന് സൗദി, ഒമാൻ വഴി കൊച്ചിയിലേക്ക് ചുരുങ്ങിയ ചെലവിൽ യാത്രാ സൗകര്യമൊരുക്കി BKSF, BF എന്നീ പ്രവാസി കൂട്ടായ്മകൾ. ബഹ്റൈനിൽ നിന്ന് ഒമാൻ വഴിയുള്ള വിമാനം നാളെ രാവിലെ 8:10 കൊച്ചിയിലെത്തും.
പശ്ചിമേഷ്യയിൽ തുടരുന്ന പ്രതിസന്ധിയിൽ യാത്രാ ദുരിതത്താൽ ബുദ്ധിമുട്ട് നേരിടുന്ന ബഹ്റൈൻ പ്രവാസികൾക്ക് BKSF, BMBF എന്നീ സംഘടനകൾ ആശ്വാസമാകുന്നു. ബഹ്റൈനിൽ നിന്ന് ആദ്യമായി ഏറ്റവും കുറഞ്ഞ നിരക്കായ 220 ദിനാറിനാണ് വിമാനത്തിന്റെയും യാത്രയ്ക്കാവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും BKSF, BMBF എന്നീ സംഘടനകൾ സംയുക്തമായി ഒരുക്കിയിരിക്കുന്നത്. ബഹ്റൈനിൽ നിന്ന് BKSFും അതേപോലെ തന്നെ BMBFും സംയുക്തമായിട്ട് നാട്ടിലേക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ഇവിടുന്നൊരു ബസ് ഏർപ്പാടാക്കി അവരെ സൗദി വഴി ഒമാനിലെ മസ്കത്ത് എയർപോർട്ടിലേക്കും അവിടെ നിന്ന് നാട്ടിലേക്ക് ഫ്ലൈറ്റിലും പറഞ്ഞയക്കുന്നത്. ബഹ്റൈനിൽ നിന്ന് ഒമാൻ വഴി കൊച്ചിയിലേക്ക് പറക്കുന്ന വിമാനം ഏപ്രിൽ 16 രാവിലെ 3 മണിക്ക് ഒമാനിൽ നിന്ന് പുറപ്പെടുകയും രാവിലെ 8:10 കൊച്ചിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ജോലി നഷ്ടപ്പെട്ടായിരിക്കാം, ഒരുപക്ഷെ മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്കായിരിക്കാം നാട്ടിലേക്ക് പോകേണ്ടത്. 500 ദിനാർ 600 ദിനാർ ഒരു 4 കുടുംബത്തിന് സേവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത് അവരുടെ 2-3 മാസത്തെ ശമ്പളമായിരിക്കും. തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു BKSF, BMBF കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഷീർ അമ്പലായി തുടങ്ങി എല്ലാ അതിൻ്റെ വോളണ്ടിയർ സർവീസ് നടത്തുന്ന എല്ലാവരെയും ബഹ്റൈൻ മീഡിയ സിറ്റിക്ക് വേണ്ടി അഭിനന്ദനങ്ങൾ, ആശംസകൾ. യാത്രക്കാർക്ക് 30 കിലോ ചെക്ക് ഇൻ ബാഗേജും 7 കിലോ ഹാൻഡ് ബാഗേജും ലഭ്യമാക്കിയിരിക്കുന്നു. ഏപ്രിൽ 14 ഏപ്രിൽ 15 മനാമയിലെ ഗോൾഡൻ ടൂലിപ്പ് ഹോട്ടൽ അങ്കണത്തിൽ ബഹ്റൈനിൽ നിന്ന് 7 മണിക്ക് ഒമാനിലേക്ക് പുറപ്പെടുന്ന ബസ്സിലെ യാത്രക്കാർക്ക് ഡിന്നറും മറ്റു സഹായവും സംഘടന ഒരുക്കിയിരിക്കുന്നു. വിമാന കമ്പനികളും മറ്റും യാത്രയ്ക്കായി വലിയ തുക ഈടാക്കുന്ന ഈ സമയത്ത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ ഇരു സംഘടനകളും നടത്തുന്ന പ്രവർത്തനങ്ങളും ശ്ലാഘനീയമാണ്. 24 ബഹ്റൈൻ. ഇന്ധന ഉപഭോഗം കുറയ്ക്കാൻ ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ച ഓസ്ട്രേലിയൻ ഫെഡറൽ സർക്കാർ എവരി ലിറ്റിൽ ബിറ്റ് ഹെൽപ്സ് എന്ന പേരിലാണ് പദ്ധതി. $20 മില്യൺ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും സ്മിത നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓസ്ട്രേലിയയിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതിനായി ഫെഡറൽ സർക്കാർ $20 മില്യൺ ചിലവിൽ ഒരു ദേശീയ അവബോധ ക്യാമ്പയിൻ ആരംഭിക്കുന്നു. ആഗോളതലത്തിൽ ഉയരുന്ന ഇന്ധന വിതരണ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ ഇന്ധന വിതരണ ശൃംഖലയെ ബാധിച്ചിരിക്കുന്നതായി സർക്കാർ വ്യക്തമാക്കി. എവറി ലിറ്റിൽ ബിറ്റ് ഹെൽപ്സ് എന്ന പേരിൽ ആരംഭിക്കുന്ന ഈ ക്യാമ്പയിൻ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനുള്ള ലളിതമായ മാർഗം സ്വീകരിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക, പൊതുഗതാഗതം കൂടുതൽ ഉപയോഗിക്കുക, വാഹനങ്ങൾ ശരിയായി പരിപാലിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. രാജ്യത്തെ ഇന്ധന ആവശ്യകത കുറച്ച് ആരോഗ്യ പരിചരണം, ഗതാഗതം, കൃഷി തുടങ്ങിയ അത്യാവശ്യ മേഖലകൾക്ക് ഇന്ധനം ഉറപ്പാക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. ഈ ക്യാമ്പയിൻ ടെലിവിഷൻ, റേഡിയോ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിലൂടെ രാജ്യത്തുടനീളം പ്രചരിപ്പിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. എന്നാൽ ചില വിമർശകർ ഈ ക്യാമ്പയിൻ അനാവശ്യ ചെലവാണെന്നും ജനങ്ങളുടെ ജീവിതശൈലിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതാണെന്നും ആരോപിച്ചു. സ്മിത നായർ, 24 ഓസ്ട്രേലിയ. CBSE 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 93.70% വിജയശതമാനം. മികച്ച പ്രകടനം കാഴ്ചവെച്ചത് തിരുവനന്തപുരം, വിജയവാഡ മേഖലകളാണ്. CBSEയുടെ ഔദ്യോഗിക സൈറ്റുകളിൽ ഫലം അറിയാം. ഉമംഗ് ആപ്പ് വഴിയും ഫലം ലഭ്യമാകും. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച സജീവമാകുന്നതിനിടെ KC വേണുഗോപാലിനെ പുകഴ്ത്തി കെ സുധാകരൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് KC വേണുഗോപാലിന്റെ സംഘാടക മികവാണ്. KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകണമെന്നും കെ സുധാകരൻ KCയുടെ നേതൃകാലത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായി നിർണായക ചുമതലകൾ നിർവഹിക്കുമ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വേണുഗോപാലിന്റെ സാന്നിധ്യം എത്രത്തോളം അനിവാര്യമാണെന്ന് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് തെളിയിച്ചതായി കെ സുധാകരൻ. താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ ഉണർത്താനും സ്ഥാനാർത്ഥികൾക്ക് ആത്മവിശ്വാസം പകരാനും KCക്ക് കഴിഞ്ഞു. കെ കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി തുടങ്ങിയ മഹാരഥന്മാരായ നേതാക്കളുടെ പാത പിന്തുടർന്ന് കേരളത്തെ നയിക്കാൻ KC വേണുഗോപാലിന് സാധിക്കുമെന്ന ആത്മവിശ്വാസം പ്രവർത്തകർക്കിടയിൽ ശക്തമാണ്. ഒരു നേതാവിന്റെ മഹത്വം പദവികളിലല്ല, പ്രവർത്തന പാരമ്പര്യത്തിലാണെന്നും താഴെത്തട്ടിൽ നിന്ന് വളർന്നുവന്ന KCക്ക് മാത്രമേ പ്രവർത്തകരുടെ മനസ്സറിയാൻ കഴിയൂ എന്നും സുധാകരൻ കുറിച്ചു. പ്രതിസന്ധികളിലെ ഉറച്ച നിലപാടും പ്രവർത്തകരോടുള്ള വിനയവുമാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. വെറുമൊരു നേതാവ് എന്നതിലുപരി പ്രവർത്തകരുടെ സഹയാത്രികനായി നിൽക്കാൻ കഴിയുന്നതാണ് KCയുടെ കരുത്തെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. ദേശീയ നേതൃത്വത്തിന് കരുത്തു പകരുന്നതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളെയും പ്രവർത്തകരെയും പ്രചോദിപ്പിച്ച്
നാളെയുടെ ഭരണത്തിന് ദിശാബോധം നൽകാൻ കെ.സി. വേണുഗോപാലിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് സുധാകരൻ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തും തിരഞ്ഞെടുപ്പ് ശേഷവും നീണ്ടുനിന്ന മുഖ്യമന്ത്രി ചർച്ച ദേശീയ നേതാക്കൾ ഇടപെട്ടാണ് അവസാനിപ്പിച്ചത്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച സജീവമാകുന്നതിനിടെയാണ് കെ. സുധാകരന്റെ ഫേസ്ബുക്ക് കുറിപ്പ് എന്നതും ശ്രദ്ധേയമാണ്. 24 തിരുവനന്തപുരം. കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച് കൂടുതൽ നേതാക്കൾ. ചാനൽ ചർച്ചകളിലെ വിമർശനങ്ങളിലെ മറുപടിയിലാണ് കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച റോജി എം ജോൺ, രമ്യ ഹരിദാസ്, അലോഷ്യസ് സേവ്യർ തുടങ്ങിയ നേതാക്കൾ രംഗത്തെത്തിയത്. അധികാരമുള്ള സമയത്തല്ല, തുടർച്ചയായി തോൽവികൾ ഏറ്റുവാങ്ങി പാർട്ടി പ്രതിസന്ധിയിലായ സമയത്താണ് കെ.സി. പാർട്ടിയെ നയിച്ചതെന്ന് നേതാക്കളുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. ജിബിൻ ജെബി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ജിബിൻ, മുഖ്യമന്ത്രി ചർച്ച കോൺഗ്രസിൽ സജീവമാക്കുന്നതിനോടൊപ്പം തന്നെ നേതാക്കളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത താല്പര്യങ്ങൾ കൂടിയാണ് പ്രകടമാകുന്നതല്ലേ? അത് തന്നെയാണ് സുധ. കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് ചില ചാനൽ ചർച്ചകളിൽ കെ.സി. വേണുഗോപാലിന്റെ നേതൃത്വത്തിനെതിരെ ചില വിമർശനങ്ങൾ ഉണ്ടായത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ കോൺഗ്രസിന്റെ ചില മുതിർന്ന നേതാക്കൾ കെ.സി. വേണുഗോപാലിന് പിന്തുണ അറിയിച്ചുകൊണ്ട് പരസ്യ പ്രതികരണങ്ങളായി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കെ. സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. കാരണം കോൺഗ്രസിന്റെ താഴെത്തട്ടിൽ നിന്ന് തന്നെ വളർന്നു വന്ന ഒരാളാണ് കെ.സി. വേണുഗോപാൽ. രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സേവനം കേരളത്തിലും ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഫേസ്ബുക്ക് കുറിപ്പ് തുടങ്ങുന്നത് തന്നെ. കാരണം ഉമ്മൻചാണ്ടിക്കും എ.കെ. ആന്റണിക്കും വയലാർ രവിക്കും പിന്നാലെ ജനകീയ മുഖമുള്ള ഒരു നേതാവാണ്. അദ്ദേഹം കേരളത്തിലേക്ക് നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് കെ. സുധാകരൻ ആവശ്യപ്പെട്ടത്. പക്ഷേ മറ്റു നേതാക്കൾ, അതായത് റോജി എം ജോൺ, രമ്യ ഹരിദാസ്, കെ.എസ്.യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ, ഇവരെല്ലാം തന്നെ പറയുന്നത് പാർട്ടി ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഘട്ടത്തിലാണ് കെ.സി. വേണുഗോപാൽ പാർട്ടിയെ നയിക്കാനെത്തിയത്. അധികാരമുള്ള സമയത്തല്ല. കോൺഗ്രസ് തുടർച്ചയായി തോൽവികൾ വിവിധ സംസ്ഥാനങ്ങളിലെ കേന്ദ്രത്തിലും തോൽവികൾ ഏറ്റുവാങ്ങിയ സമയത്താണ് പാർട്ടി നയിക്കുന്നതിന് വേണ്ടി കെ.സി. വേണുഗോപാൽ ദേശീയ നേതൃത്വത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹം അത് നേരായ രീതിയിൽ നയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരാൾ വിമർശിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റു നേതാക്കൾ കൂടി കെ.സി. വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. ജിബിൻ ജെബിയാണ് വിവരങ്ങൾ നൽകിയത്. ശോഭാ സുരേന്ദ്രനോട് കടുത്ത അതൃപ്തിയിൽ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗ സംഘത്തിൽ നിന്ന് ജനറൽ സെക്രട്ടറിയായ ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കി. ശോഭയ്ക്കെതിരെയുള്ള തുടർച്ചയായ പരാതികൾക്ക് പിന്നാലെയാണ് തീരുമാനം. വോട്ടിന് പണം ആരോപണത്തിനും ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത എതിർപ്പ്. തിരഞ്ഞെടുപ്പിന് പിന്നാലെ ഏപ്രിൽ 23 മുമ്പ് നിയമസഭാ മണ്ഡല അവലോകന യോഗങ്ങൾ പൂർത്തിയാക്കാനായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. ഇതിനായി ഓരോ ജില്ലകളിലും പ്രതിനിധികളെയും തീരുമാനിച്ചിരുന്നു. ഇതിൽ നിന്നാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കിയത്. എം.ടി. രമേശ്, എസ്. സുരേഷ്, അനൂപ് ആന്റണി തുടങ്ങിയ ജനറൽ സെക്രട്ടറിമാരും മുതിർന്ന നേതാക്കളും 11 ജില്ലകളിലെയും അവലോകന യോഗങ്ങളിൽ പങ്കെടുക്കും. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ. സോമന്റെ പരാതിയെ തുടർന്നാണ് ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കിയതെന്നാണ് സൂചന. ആലപ്പുഴയിലെ മഹിളാ നേതാവ് ബിന്ദു ഉദയകുമാറിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതിനിടെ ശോഭാ സുരേന്ദ്രൻ കെ. സോമനെയും പരാമർശിച്ചിരുന്നു. വോട്ടിന് പണം നൽകി എന്ന പരാതിയിലും ശോഭയ്ക്കെതിരെ കടുത്ത എതിർപ്പാണ് പാർട്ടിക്കുള്ളിൽ പുകയുന്നത്. 24 തിരുവനന്തപുരം. കാർഷിക സമൃദ്ധിയുടെ ഓർമ്മ പുതുക്കി വിഷു ആഘോഷിച്ച മലയാളികൾ കണിയും കൈനീട്ടവും സദ്യയും ഒരുക്കി ഒരു വിഷു കൂടി കടന്നുപോയി. വിഷുക്കണി ദർശിക്കാൻ ക്ഷേത്രങ്ങളിൽ വൻ തിരക്കായിരുന്നു. നന്മയുടെ പൊൻപുലരി കണികണ്ടുണർന്ന മലയാളികൾ. ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും പ്രതീകമായി പ്രതീക്ഷയുടെ വിഷുദിനം കണികണ്ടും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയും നാട് ആഘോഷിച്ചു. വീട്ടിൽ കണികണ്ടതിന് ശേഷം വന്നാണ്. ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ഐതിഹ്യമാണ് സാധാരണ. പിന്നെ രാവണന്റെ വധശേഷം ഉദയം കണ്ട് അതും ആ സൂര്യകിരണം. വിഷുക്കണി ദർശനത്തിനായി വിവിധ ക്ഷേത്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗുരുവായൂരിലും ശബരിമലയിലും തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും തുടങ്ങി നൂറുകണക്കിന് പേർ ദർശനം നടത്തി. സ്വന്തമായിട്ട് വള്ളമുണ്ട്, കരയുണ്ട്, കീക്കോട് എന്ന കരയുടെ പേര്, അവിടുന്ന് വരുന്നത്. എല്ലാ വർഷവും വന്ന് പാടാറുണ്ട്. മറുനാട്ടിലും വിഷു കെങ്കേമമായി മലയാളി ആഘോഷിച്ചു. ഡൽഹിയിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിരവധി പേർ വിഷുക്കണി ദർശിക്കാനെത്തി.
പലയിടത്തും വിഷുസദ്യ വാങ്ങുന്നതിന് ഹോട്ടലുകളിൽ വൻ തിരക്കായിരുന്നു. ഇനി അടുത്ത വിഷുക്കാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.